ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ പെറ്റ് പ്രോജക്റ്റാണ് ഈ വെൽനസ് ക്ലിനിക്കുകൾ. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രധാനമന്ത്രിയായ കാലം തൊട്ട് പറയുന്നുണ്ട്, കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പനി ക്ലിനിക്, അതായത് പനിയും അങ്ങനെയുള്ള ഒരു മുറിവ് വെച്ചുകെട്ടൽ, ഒടിവല്ലാത്ത ചില ചതവുകളോ അല്ലെങ്കിൽ വളരെ മാരകമായ മുറിവുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കെട്ടുന്നതിനും തൊണ്ടവേദനയ്ക്കും മറ്റുമൊക്കെ ചികിത്സിക്കുന്ന ക്ലിനിക്കുകൾ വ്യാപൃതമായിട്ടുണ്ടായാൽ വലിയ രോഗത്തിന് ഇമ്മീഡിയറ്റ് അറ്റൻഷന് വേണ്ടി ചെന്ന് വലിയ ആശുപത്രികളിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നവരുടെ ആവലാതി നമുക്ക് കുറച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പൊ പനിക്കും അങ്ങനെയുള്ള പകർച്ചവ്യാധികളും കൊണ്ട് ചെന്ന് അവരെ കൂടുതൽ, ഉദാഹരണത്തിന് ക്യാൻസറുമായി ബന്ധപ്പെട്ട്, കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൊണ്ടുവരുന്ന പനി സമ്മാനിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചുകൂടും. അപ്പൊ അതിന് പനി ക്ലിനിക്കുകൾ ഉണ്ടാവണം. ഒരു 50 ബെഡെങ്കിലുമുള്ള ഇപ്പൊ നിലവിലുള്ള PH സെന്ററുകളെല്ലാം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് ആ തരത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വന്ന ഒരു പദ്ധതിയാണിത്. ഇത് ഇന്ന് കേരളത്തിൽ ഞാൻ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഒരു യൂണിറ്റ് തുടങ്ങി വെക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട മേയർ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ്. അതിന് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എന്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ആരും അതിന് എതിര് നിൽക്കില്ല. എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ. ശാരീരികമായിട്ടന്നെ അത് പാടില്ല, അത് ജനാധിപത്യത്തിൽ നല്ലതല്ല. പക്ഷെ അവരെ ഇണക്കി നിർത്തണം. അത് നിങ്ങൾക്ക് അതിന് അവകാശമുണ്ട്. ഒരു വിരല് നിങ്ങൾ നിശ്ചയിക്കുന്നത് അവരെ പാഠം പഠിപ്പിക്കാൻ കൂടിയായിരിക്കണം എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോ ഈ വെൽനസ് മിഷന്റെ ഭാഗമായിട്ടുള്ള വെൽനസ് സെന്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഒരുപാട് പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അത് MP ആവുന്നതിന് മുമ്പ്, ഇലക്ഷൻ വരുന്നതിന് മുമ്പ്, ഇലക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതൊക്കെ ഇപ്പോഴുമുണ്ട്. അതിനൊക്കെ വേണ്ടി നമ്മൾ ശ്രമിക്കും. ഇന്നെനിക്ക് നമ്മുടെ റൗണ്ടില് സഞ്ചരിക്കുമ്പോ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തെ വളരെ മനോഹരിയായിട്ട് കാണാൻ സാധിച്ചു. ഇത് ഞാൻ കണ്ടത് 2019 തോൽപ്പിക്കപ്പെട്ട് രാജ്യസഭയിൽ പോയി ആദ്യത്തെ സെഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് അത്രയും ദൂരം ഞാൻ വന്നിട്ടില്ല ഇവിടെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോ ആ പാർലമെന്റ് സെഷൻ കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ അന്നാണ് ഞാൻ ഇത്രയും മനോഹരിയായി കണ്ടത്. അപ്പൊ ജലത്തിന്റെ ദൗർലഭ്യം മാത്രമാണ്. ഒരു നുഴഞ്ഞുകയറ്റവും ഒരു കടന്നുകയറ്റത്തിനും കൂട്ടു നിൽക്കുകയില്ല. അത് ക്ഷേത്ര മൈതാനം. ആ ക്ഷേത്ര മൈതാനം പക്ഷെ ചൂട് വമിക്കുന്ന ഒരു പ്രദേശമായി, ഭൂമി തലമായി, പ്രതലമായി നിലനിൽക്കരുത് എന്നുള്ള ഇന്നത്തെ പച്ചപ്പ് കണ്ടപ്പോൾ തോന്നിയതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഒരു അനുവാദം തന്നാൽ, ദേവസ്വവും മേയറും അനുവാദം തന്നാൽ നിരന്തരമായി വെള്ളം ഇങ്ങനെ ചീറ്റിക്കുന്ന സ്പ്രിംഗ്ലേഴ്സ് വെച്ച് അത് എന്നും പുൽപ്പടപ്പ് അവിടെ നിലനിർത്താൻ എന്ത് വേണം നമുക്ക് ആലോചിക്കാം. നമുക്ക് ഒരുപാട് റീസൈക്കിൾ ചെയ്ത വെള്ളമുണ്ട്, ശുദ്ധജലം തന്നെയാണ്. അതൊക്കെ പട്ടാള ക്യാമ്പില്, എഴുമല ക്യാമ്പില് അങ്ങനെയുള്ള വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അവിടുത്തെ STP ഇപ്പൊ അത് ഒരെണ്ണം ക്രാക്ക് ചെയ്ത് അവിടെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്, പരിസരത്തെ കിണറുകളിൽ പ്രശ്നമുണ്ടായതുകൊണ്ട് 2018 പോയി ഇടപെട്ട് അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീമതി നിർമ്മല സീതാരാമനെ കൊണ്ട് 4 യൂണിറ്റുകളാക്കി വിപുലമാക്കി അവിടെ നിന്ന് കിട്ടുന്ന ജലം അവിടെ കുടിക്കാൻ വേണ്ടി വരെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ജലം നിരന്തരമായ ഒരു സപ്ലൈ ഉണ്ടെങ്കിൽ സ്പ്രിംഗ്ലേഴ്സ് വെച്ച് നമുക്ക് കാലത്തൊരു 3 മണിക്കൂർ, വൈകുന്നേരം ഒരു 3 മണിക്കൂർ ഇട്ടാൽ നമുക്ക് ഇത്രയും മനോഹരിയായി ക്ഷേത്ര മൈതാനത്തെ നിലനിർത്തിയാൽ അതിൽ നിന്നൊരു ചൂടേറ്റ് ജനങ്ങൾക്ക് ദാഹനീരിന് വേണ്ടി ഓടേണ്ട ഒരവസ്ഥ, അവിടെ ഒരു ഇക്കോസിസ്റ്റം നമുക്ക് കൃത്യമായി എടുക്കാൻ സാധിക്കും. ഞാൻ മേയർ ഇതെല്ലാം കഴിഞ്ഞു വന്ന് ആദ്യമായിട്ട് കാണുന്ന ഒരു വേദിയാണ്. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഇതിനെന്തെങ്കിലും ഒരു മാർഗം ഒരുക്കി സമ്മാനിക്കാൻ